കല്യാണം ഞാൻ ആലോചിച്ച് എടുത്ത തീരുമാനത്തിലാണ് കഴിച്ചതൊന്നുമില്ല. ഞാൻ കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി 12 മണിക്കാണ് വീട്ടിലെത്തുന്നത്. രാവിലെ പോയി കല്യാണം കഴിക്കുന്നു, തിരിച്ച് ഒരു ദിവസം കൂടി നിന്ന് പിറ്റേസ് ഞാൻ ഷൂട്ടിന് വരും. അപ്പൊ എന്റെ ലൈഫിൽ വേറൊരു ഷൂട്ടിങ് നടന്ന പോലെയാണ്, വേറൊരു സീൻ നടന്ന പോലെയാണ് ശരിക്കും സംഭവിച്ചു പോയത്. ഇപ്പോഴും മമ്മൂക്കാനായിട്ട് ഇപ്പോഴും ഞാൻ ചാറ്റ് ചെയ്യും. അതിന്റെ കാരണം ഉണ്ടാന്ന് പറഞ്ഞ സിനിമയാണ്. ഇടയ്ക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. ഇപ്പൊ അഞ്ചക്കള്ള കോക്കാനൊക്കെ ഇറങ്ങിയിട്ടൊക്കെ നമുക്ക് എനിക്ക് കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ അയച്ചു. ലുക്മാൻ ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയില്ലെന്നായിരിക്കും വിചാരിക്കാം. സത്യം എല്ലാം അറിയും നമുക്ക്. ഞാൻ സിനിമക്കാരനാവും ഒന്ന് സ്വയം പഠിപ്പിച്ചു. എന്നോട് ഞാൻ തന്നെ പറയായിരുന്നു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ അങ്ങനെ ഒന്ന് സംസാരിക്കുമായിരുന്നു. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട്, അതായത് നമുക്ക് വേറെ ചെയ്യാനില്ല. തല്ലുമാലയിലെ തല്ല് എന്താ പറയാ. അപ്പൊ അവരെ അസൂയ എനിക്ക് ഭയങ്കര. ഇപ്പോഴും എല്ലാവരും പറയുമ്പോൾ കാണുമ്പോൾ പറയും സുഡാനിയാ പറയാം. സുഡാനിയിലെ ലത്തീഫ് എന്ന ക്യാരക്ടർ നവാസെ അതിനേശാണ് തമാശ കിട്ടി. പോലീസ് സ്റ്റേഷനകത്ത് നടക്കുന്ന സ്റ്റാൻഡില് ഈ മണികണ്ഠന് ഒരു വരവുണ്ട്. മുഖത്ത് കുറച്ച് ചായമൊക്കെ പൂശിട്ട് ഇങ്ങനെ വരുമ്പോ ഒരു പന്നി ഇല്ലെങ്കിൽ ഒരു മൃഗം വരുന്നതിന്റെ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ ആ റെഫറൻസ് ശരിക്കും അടുത്ത ലുക്മാന്റെ വരവിലും ഇതേപോലെ ഒരു സ്വാധീനമുണ്ട്. ഈ ഏരിയാസ് ഒക്കെ സംസാരിക്കുന്ന സമയം വരില്ല. ചിലവർക്ക് അത് ക്ലിക്ക് ആയാൽ മതി. അല്ലാത്തൊരു ഇത് എൻജോയ് ചെയ്ത് ഇതിന്റെ സിനിമയെ എന്റർടൈൻ ചെയ്ത് പോട്ടെ, അല്ലാത്തൊരു ഇതും കൂടി കാണട്ടെ എന്നുള്ളത് പറയണ്ടായിരുന്നു. റഹ്മാന്റെ കൂടെ കൂടിയതിനു ശേഷം കിട്ടിയിട്ടുള്ള പടങ്ങളൊക്കെ അസാധ്യമാണ്. ഇപ്പൊ അടുത്ത സ്റ്റണ്ട് പടം വരുന്നുണ്ടാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ബോക്സിംഗ് ആണ്, അതായത് അമച്ചർ ബോക്സിംഗിന്റെ ഒരു സിനിമയാണ്. നായകനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ചെയ്യാം. പക്ഷെ ആ പടം ഇറങ്ങി, ആ പടം നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിച്ച്, അപ്പൊ പിന്നെ വീട്ടിലോട്ടൊക്കെ പോകുമ്പോ കോൺഫിഡന്റ് ആയി വീട്ടിലൊക്കെ ഒന്ന് പോയി കാണാം. അല്ലെ എന്താ വെച്ചാൽ ഞാൻ പുറത്തിറങ്ങുമ്പോ എല്ലാരും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര, ഞാൻ അവന്റെ ഉമ്മയാണ് എന്നെ ഉമ്മ കുറച്ച് അങ്ങനെ എന്റെ അടുത്ത് ഫോട്ടോ എടുക്കാത്ത. പെരുമാനി എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നവാസ് വള്ളിക്കുന്ന് ലുക്മാൻ. ഹായ്. ലുക്മാനെ, ശരിക്കും തല്ലുമാലയിലെ ജംഷിയെ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ലുക്മാന്റെ മാസ് കഥാപാത്രം അതായിരിക്കും. അത് കഴിഞ്ഞിട്ട് അഞ്ചക്കള്ള കോക്കം കണ്ടപ്പോ അസാധ്യം എന്ന് പറയില്ലേ, അതായിരുന്നു സാധനം. അവസാനം കൊണ്ടുവന്നിട്ട് 2-3 നായകന്മാര് വന്നു, ചെറിയ ചെറിയ സാധനങ്ങളിലേക്ക് വന്നു. പക്ഷെ അവസാനം വന്നിട്ട് ലുക്മാന്റെ കയ്യിലേക്ക് സാധനം വരുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് മണികണ്ഠനെ ഇറക്കിയിട്ട് ഒരു മാസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ ക്യാരക്ടർ പറഞ്ഞു തരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നു? ഇതേപോലെ തന്നെയാണോ ഉല്ലാസ്? എങ്ങനെയാ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? ഉല്ലാസ് ഏകദേശം പുള്ളി പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റിയിട്ടുണ്ട് കൂടുതലും. പിന്നെ ഞങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വലിയൊരു പരിപാടിയൊക്കെ ആയിരുന്നു ഫസ്റ്റ്. കാന്താരൊക്കെ പിന്നീട് നമുക്ക് കാന്താരൊക്കെ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് അതിനോട് അങ്ങനൊക്കെ ആൾക്കാർ പറയുമോ എന്നൊക്കെയുള്ളൊരു നമ്മൾ വേറൊരു രീതിയിലോട്ട് ചിന്ത മാറ്റി വേറൊരു പ്ലേസിലോട്ട് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവന് ഉല്ലാസിന് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തപ്പോ മനസ്സിലായിട്ടുണ്ടല്ലോ, ഉല്ലാസ് ബ്രോക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു എങ്ങനെ വരണം. പിന്നെ അതന്നെ പൂർണ്ണമായിട്ട് ഡയറക്ടറായിട്ട് വിശ്വസിച്ച് കൂടെ നിൽക്കുക എന്നുള്ളതായിരുന്നു. നമുക്ക് കഥ പറയുമ്പോൾ നമുക്കൊരു വൈബ് കിട്ടും. പക്ഷെ അത് ടേബിളില്, എഡിറ്റിംഗ് ടേബിളില് രോഹിത് അസാധ്യമായിട്ട്, അതേപോലെ മണികണ്ഠൻ അയ്യപ്പൻ, ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത് 50 പ്രാവശ്യമെങ്കിലും അഴിച്ചു പണിഞ്ഞു പ്രോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും അഴിച്ചുപണി നടത്തിയിട്ടുണ്ടാവും. എന്നാ വർക്കല്ലേ, ഭയങ്കര അസാധ്യമാണ്. ടെക്നിക്കൽ സൈഡ് അത് ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പടങ്ങളൊക്കെ ഇപ്പം ഖാലിദ് റഹ്മാന്റെ കൂടെ കൂടിയതിനു ശേഷം കിട്ടിയിട്ടുള്ള പടങ്ങളൊക്കെ അസാധ്യമാണ്. ഇപ്പൊ അടുത്ത സ്റ്റണ്ട് പടം വരുന്നുണ്ടാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ബോക്സിംഗ് ആണ്, അതായത് അമച്ചർ ബോക്സിംഗിന്റെ ഒരു സിനിമയാണ്. ഒരു തല്ലുപടം എന്നല്ല, ഒരു അടിപ്പടം അല്ല അത്, പക്ഷെ ഒരു ബോക്സിംഗ് പരിപാടിയാണ്. ബോക്സിംഗ് ഉണ്ട് പടത്തിൽ, സിനിമ വേറൊരു ഫേസിലെ പരിപാടി പറഞ്ഞാണ്. തല്ലുമാലയെ പോലെയോ ഒരു ഫൈറ്റ് മൂവി, കംപ്ലീറ്റ് ഫൈറ്റ് മൂവി പരിപാടിയല്ല. അവന്റെ എല്ലാ സിനിമയും അങ്ങനെ വേറെ വേറെ പറയാൻ പറ്റില്ല. പക്ഷെ ലുക്മാന്റെ ഭാഗ്യം അതാണ്. എന്താണെന്ന് അറിയാമോ, ഇപ്പൊ ഖാലിദിന്റെ എല്ലാ പടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ പടം ലവും അനുരാഗരിക്കുള്ളതില്ല, ബാക്കി എല്ലാത്തിലും സാധനമുണ്ട്. വലിക്കുന്ന് ശരിക്കും ലുക്മാന്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ സുഡാനി ഫ്രം നൈജീരിയ ഇതേപോലെയാണ്. ഒരു
നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ, ഒരു വേൾഡ് ക്ലാസ് ചിത്രം എന്നൊക്കെ പറയുന്നത്. അത് എനിക്കൊരു സ്വകാര്യ അനുഭവം കൂടെ ഉണ്ട്. ഞാനും വൈഫും കൂടെ ആലുവ എന്ന സിനിമ കണ്ടിട്ട് മലപ്പുറത്തേക്ക് യാത്ര ചെയ്യാം. അപ്പൊ ഈ സെവൻസിനെ കുറിച്ച് ഇയാൾക്കൊരു ധാരണയില്ല. അപ്പൊ സിനിമ കണ്ടതിന്റെ ഹാങ് ഓവറിലാണ് അവൾ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഓരോ സ്ഥലം ഇവൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം, ഇതാണ് ആ കഥ ഒറിജിൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ആ ഒരു പടത്തെ കുറിച്ച് നമ്മൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വർക്ക് ചെയ്യുന്ന സമയത്തും അതിന് ശേഷവും കിട്ടിയിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് പറയും നവാസ്. ഇപ്പോഴും എല്ലാവരും പറയുമ്പോൾ കാണുമ്പോൾ പറയും സുഡാനിയാ പറയാം. സുഡാനിലെ ലത്തീഫ് എന്ന ക്യാരക്ടർ നവാസെ ഇപ്പോൾ ഇത്രയും പടം ചെയ്തിട്ടും അതിന്റെ ശേഷമാണ് തമാശ കിട്ടി അവരെ പടം തന്നെ. ആ ഒരു ഇതിനോടാണ് ഇപ്പോഴും നിന്ന് പോകുന്നത്. അല്ലെങ്കിൽ തമാശയിൽ പറയുന്ന ഒട്ടും തമാശയായിരുന്നു. ആ പടവും കുറെ ചർച്ച ചെയ്തില്ലേ ശരിക്കും? അതെ അതെ അതെ. ഈ ബോഡി ഷേമിങ്ങും അതുപോലെ തന്നെ നല്ല ഗുണം ചെയ്തു എനിക്ക് തമാശ. ഈ പെരുമാനി എന്താണ് ശരിക്കും പറയാൻ? പെരുമാനി ആധികാരികമായിട്ട് കുറിച്ച് പറയുന്നതിന് മുമ്പേ ഈ ലുക്മാന്റെ തല്ല് എങ്ങനെയുണ്ടായിരുന്നു? തല്ലുമാലയിലെ തല്ല്. എന്റെ പൊന്നെ രക്ഷയില്ല. ഇപ്പൊ ഈ അഞ്ചക്കള്ള പോലെ ഞാനുണ്ടായിരുന്നു, എന്നെ വിളിച്ചിരുന്നു. പടത്തിന്റെ ഇതില് ഇതായിപ്പോയത് ഭയങ്കര നഷ്ടമായി. ഞാൻ പടം കണ്ടപ്പോ എന്നോട് എല്ലാവരും പറയാം എന്ത് പണി നവാസ് ചെയ്ത്, ഈ പടക്കല്ലേ ചെയ്യേണ്ടത്. പക്ഷെ ലുക്മാൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു നവാസ് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ വന്ന് ചെയ്യും, നല്ല ക്യാരക്ടറാണ്. പക്ഷെ ഒരു നിലക്കും ഒഴിയാൻ പറ്റിയില്ല. എനിക്ക് തല്ലുമാലയിലെ ജംഷി ഒരു അസാധ്യമായിട്ടുള്ള സംഭവം. എന്താ പറയാ അപ്പൊ അവരെ ഞങ്ങളെന്താ വെച്ചാല് സുഡാനി മുതലാണ് ഞങ്ങള് കാണുന്നത്, സൗഹൃദം തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ കുറെ സിനിമകളൊന്നും ഒരുമിച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിളിക്കും, കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത സിനിമകളെ കുറിച്ച് എപ്പോഴും സംസാരിക്കാനുള്ള ഒരു സുഹൃത്താണ്. അപ്പൊ അവനോട് എന്നെ പറ്റി ചോദിക്കുമ്പോൾ ചില പറയാനുണ്ട്. അല്ല അങ്ങനെയല്ലാന്ന്, അസൂയ എനിക്ക് ഭയങ്കര. ചെറുപ്പക്കാരൻ പക്ഷെ സ്നേഹമുള്ളവനാ. എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ വിളിക്കാനും ഇതാക്കാനൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കാൻ നവാസ് എങ്ങനെ ഉണ്ട് വിളിച്ചു നോക്ക് അങ്ങനൊക്കെ പറയും. പക്ഷെ നമ്മ പറ്റിയ ക്യാരക്ടർ ഉണ്ടാകുമ്പോൾ വിളിക്കു വെക്കും. അങ്ങനെ വിളിക്കട്ടെ, അത് നല്ലതാണ്. പെരുമാനിയെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി. പെരുമാനി എന്നുള്ള ഒരു ഗ്രാമത്തിന്റെ കഥയാണ്. ആ ഗ്രാമം എന്ന് പറയുമ്പോൾ ഒരു നോർമൽ സാധാ ഒരു ഗ്രാമമല്ല. അത് കുറച്ച് പുള്ളിയുടെ ഒരു പുള്ളിയുടെ അത് ശരിക്കും മജുവിന്റെ തന്നെ ഒരു വേൾഡ് ബിൽഡിംഗ് ആണ്. പുള്ളി ഉണ്ടാക്കിയെടുത്ത ആളുകള്, അവരുടെ ലുക്കില്, അവരുടെ കോസ്റ്റ്യൂമില്, അവിടുത്തെ വാഹനങ്ങൾ, അവിടുത്തെ മൃഗങ്ങള് എല്ലാം ഡിഫറെന്റ്. നമ്മളിപ്പോ ഒരു നോവലൊക്കെ വായിക്കുന്ന പോലെ എന്നൊക്കെ എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ തോന്നും എന്തോ നമ്മള് റിയലി കാണുന്നതായിരിക്കില്ല, നമ്മുടെ വെറുതെ വേറൊരു വേൾഡ്. അങ്ങനെയുള്ളൊരു നാടാണ് പെരുമാനി എന്ന് പറഞ്ഞ സ്ഥലം. ആ നാട്ടിലോട്ട് പുറത്തുനിന്ന് ഒരാൾ വരുന്നതാണ് ഞാൻ, എന്റെ ക്യാരക്ടർ അബി എന്നുള്ള ക്യാരക്ടർ. ഇവരൊക്കെ അവിടെ ഉള്ള ചെറിയ കിളി പോയ ആൾക്കാരാണ് അവിടെ ഉള്ളവര്. അതായത് സണ്ണിച്ചൻ, വിനയ് ഫോർട്ട്, ദീപ തോമസ്, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ വരാൻ വേറെ കാരണമുണ്ട്, ഒരു ബാക്ക് സ്റ്റോറി പരിപാടി ഉണ്ട്. അങ്ങനെ എത്തുന്നതും അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഒരു കഥയാണ്. എന്തായാലും കാണുമ്പോൾ സംഭവമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അപ്പൻ എന്ന് പറയുന്ന അസാധ്യമായിട്ടുള്ള പടമായിരുന്നു. എനിക്ക് ആ ന്യൂ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്, സണ്ണി വെയിൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ. ആ ക്യാരക്ടറിനെ കുറിച്ച് സണ്ണി വെയിൻ്റെ അടുത്ത് ഞാൻ ഒരു എല്ലാ ദിവസവും കാണുമ്പോഴൊക്കെ സംസാരിക്കും. അത്രയ്ക്ക് രസമായിട്ട് നമ്മൾ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സാധനം. അപ്പൊ ഞാൻ ഈ പൂമ്പാറ്റ ഗിരീഷിനെ കണ്ടിട്ട് പിന്നെ ഈ മനുഷ്യനെ കണ്ടിട്ട് ആ ന്യൂ നമ്മുടെ മനസ്സിനകത്തേക്ക് കയറിപ്പോയി. കാരണം അത്രയ്ക്ക് നന്നായിട്ട് അത് ഒരുപക്ഷെ അലൻസിയറിന്റെ ക്യാരക്ടർ ആണ് ന്യൂന്റെ ക്യാരക്ടർ ഇത്രയും രസമാക്കുന്നത്. മജു എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരാളാണ്. ഈ സിനിമ കൂടി ഇറങ്ങുന്നതോടുകൂടിയിട്ട് എനിക്ക് എന്റെ ഒരു വിശ്വാസം മജുഖാൻ ഒന്നുകൂടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ ആവണം. ഉണ്ടയിൽ ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു സ്റ്റാർ, പക്ഷെ നിങ്ങൾ കുറെ പേരെന്ന് പറയുന്നത് കൂടെ നിന്നിട്ട് ഈ സാധനം കൊണ്ടുപോകുമ്പോൾ ഒരു വേറൊരു പേസിലാണ് ആ പടം ചെയ്തത്. അങ്ങനെ ഒരു പേസിൽ ഒരു പടം കമേഴ്സ്യൽ സക്സസ് ആവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്ന ഒരു ടൈമും കൂടെയാണ്. ആ ഉണ്ടയൊക്കെ ശരിക്കും നമുക്ക് മലയാള സിനിമയ്ക്ക് പ്രചോദനമായിട്ടുണ്ട്. അത്തരത്തിൽ കമേഴ്സ്യലൈസ് ചെയ്യാൻ, ഇത്തരത്തിലുള്ള പടങ്ങളും കമേഴ്സ്യലൈസ് ചെയ്യാൻ. അത് മേക്കിംഗ് ഒക്കെ നടക്കുന്ന സമയത്തൊക്കെ എന്തായിരുന്നു ലുക്മാനിലേക്ക് ഒരു ഫീൽ എന്തായിരുന്നു? അല്ല, അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രത്തോളം കൊമേഴ്ഷ്യലി ആണോ, ഇത് എന്താണ് ഇതിന്റെ മേക്കിംഗ്, അതൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് എനിക്ക് മുന്നേ വന്നിട്ടുള്ളത്. റഹ്മാൻ ഖാലിദ് എന്ന് പറഞ്ഞ ആളുടെ പടം, മമ്മൂക്ക എന്ന് പറഞ്ഞ നമ്മളൊക്കെ ചെറുപ്പം മുതൽ കണ്ട് വളർന്ന് എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന, നമ്മൾ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന മമ്മൂക്കയുടെ കൂടെ ഉള്ളൊരു ക്യാരക്ടർ, അതും ത്രൂ ഔട്ട് ക്യാരക്ടർ എന്നുള്ള അതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക്. ഞാൻ നന്നായി ചെയ്യണം, എന്താണ് ഞാൻ ഇതിനു വേണ്ടി. അപ്പോൾ റഹ്മാനോട് കാര്യങ്ങൾ ചോദിക്കുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്നിൽ
എനിക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുന്നതും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുന്നത് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാം, ഞാൻ ആസ് ആൻ ആക്ടർ എനിക്ക് മുന്നോട്ട് പോവാം എന്ന് തോന്നുന്നത് പോലും എനിക്ക് ഉണ്ടക്ക് ശേഷമാണ്. ഒരു ടിസ്റ്റ് ശരിക്കും എൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു ടിസ്റ്റ് അവിടെയാണ് സംഭവിച്ചത്, എന്നിലുണ്ടായ ടിസ്റ്റ്. അതുകൊണ്ട് ആ സിനിമയ്ക്ക് അത്രയും പ്രിയപ്പെട്ട സിനിമയാണ്. ഇപ്പോഴും മമ്മൂക്കാനായിട്ട് ഇപ്പോഴും ഞാൻ ചാറ്റ് ചെയ്യും. അതിന്റെ കാരണം ഉണ്ടാകുന്ന പറഞ്ഞ സിനിമയാണ്. ഇടയ്ക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. ഇപ്പൊ അഞ്ചക്കള്ള കോക്കാനൊക്കെ ഇറങ്ങിയിട്ടൊക്കെ നമുക്ക് എനിക്ക് കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ അയച്ചു. അപ്പൊ അതൊക്കെ ആ സിനിമ അത്രയും പവർഫുൾ ആയിട്ട് എൻ്റെ ഉള്ളിലുള്ള ഒരു സിനിമ ആണ്. മമ്മൂക്കയുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഇപ്പോ ലുക്മാൻ ചെയ്യുന്നതൊക്കെ മമ്മൂക്ക അറിയില്ല എന്നായിരിക്കും ലുക്മാൻ സത്യം എല്ലാം അറിയും നമുക്ക്. അത് ഇതെങ്ങനെയായിരിക്കും ഈ ഫാക്ടറിയിൽ ഇത്രയും സാധനങ്ങൾ അറിയുന്നത്? ഞാൻ അത്ഭുതപ്പെട്ടു. നമ്മൾ ചെയ്ത ചെറിയ സിനിമകൾ മുതൽ പുള്ളി സീരിയലുകളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ചെറിയ കോമഡി ഷോർട്ട് ഫിലിംസ് എല്ലാം ഇപ്പൊ ലൊക്കേഷനിലൊക്കെ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ട് നമുക്ക് ഈ അടുത്തൊരു സിനിമ അഭിനയിച്ചിരുന്നില്ലേ, ഞാൻ ആലോചിച്ചിട്ട് ആ സിനിമ ഒരിക്കലും ഞാൻ പേര് ഓർക്കുന്നില്ല. കാരണം അത് ഞാൻ അതിന്റെ ഇടയിൽ എപ്പോഴോ ചെയ്തു പോയൊരു സിനിമയാണ്. ചെറിയ സിനിമ നമ്മൾ ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അതുവരെ മമ്മൂക്ക എന്നോട് അതിന്റെ ക്യാരക്ടർ ഇങ്ങനെ, നീ ഒരു പുതിയ നായകൻ, ഞാൻ അവന്റെ സുഹൃത്തായിട്ട് ബൈക്കിൽ പോയിട്ട് ഒരു പെൺകുട്ടിയുടെ പുറകെ. അപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു. അതെ ഞാൻ കണ്ടായിരുന്നു. എന്തായിരുന്നു ഡയറക്ടർ പേര്, പിന്നെ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പരിപാടിയൊക്കെ. അപ്പോഴാണ് ഇതിനൊക്കെ എവിടുന്ന സമയം ചോദിച്ചില്ല. ഓക്കെ അന്ന് നമ്മളിങ്ങനെ ഇപ്പോഴും നമുക്ക് മമ്മൂക്കയുടെ മുന്നിൽ ചെല്ലുമ്പോ മമ്മൂക്കയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു പേടില്ല. അത് സൗഹൃദമുണ്ട്, നമുക്ക് എല്ലാം സംസാരിക്കാം. മമ്മൂക്കയും എല്ലാം പറയുമ്പോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമൊക്കെ വെറും ഗുഡ് മോർണിംഗും നമുക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു എന്ത് ചോദിക്കും, ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാണ്ടില്ല നമുക്കാണ്. പിന്നീട് ഇപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ ഞാൻ കുറച്ചൊക്കെ സിനിമയെ കുറിച്ചിട്ടൊക്കെ നമുക്കത് ആ സിനിമ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കും, അങ്ങനൊക്കെ പറയല്ലോ. ഭയങ്കര പേടിയുണ്ട്. സുഡാനി സംഭവിക്കുന്ന പരിസരം എന്ന് പറയുന്നത് മലപ്പുറം സെവൻസ് ഫുട്ബോളിന്റെ ഒരു ഏരിയ ആണ്. അപ്പൊ ലുക്മാൻ ഒരുപക്ഷെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് പറിച്ചു നടപ്പെടുമ്പോഴും ലുക്മാന്റെ മനസ്സും ലുക്മാന്റെ ഇപ്പോഴത്തെ ഒരു ഇന്നസെൻസും ഒക്കെ ആ നാടിന്റെ ഒരു ഇന്നസെൻസ് ഉണ്ട്. ഇപ്പൊ അവിടെ നിന്നൊക്കെ വടക്കുന്ന് വരുന്ന ആൾക്കാരുടെ ഒരു ഇന്നസെൻസ് ഒക്കെ ഉണ്ട്. ഈ കൊച്ചി എത്രത്തോളം പിന്നീട് ലുക്മാന്റെ മനസ്സിലേക്ക് കയറിക്കൂടി? ഇപ്പൊ കൊച്ചി എന്താണ്? പണ്ട് മലപ്പുറത്തുനിന്ന് വന്ന ഒരാള് ഇന്ന് കൊച്ചി എന്താണ് ലുക്മാന്റെ മനസ്സിലുള്ളത്? കൊച്ചി എനിക്ക് ഭയങ്കര നല്ല അനുഭവമാണ്. എനിക്ക് കൊച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിയിൽ വന്ന് നിൽക്കാനും ഇവിടുന്നാണ് എനിക്ക് വേറൊരു സൗഹൃദം ഉണ്ടായതും എൻ്റെ സിനിമാ കരിയർ തുടങ്ങിയതും. ഞാൻ താമസിച്ചിരുന്നു, ഞാനൊരു 10-12 സ്ഥലങ്ങൾ മാറി മാറി താമസിച്ചിട്ടുണ്ട്. നമ്മള് ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ജോലി നമ്മൾ എന്തായാലും ഫ്ലാറ്റ് മാറല്ലോ, അപ്പൊ അങ്ങനെ മാറി മാറി എയർ ഫ്രണ്ട്സിലൂടെ അങ്ങനെ താമസിക്കുമ്പോഴൊക്കെ കൊച്ചി കൈവിട്ടിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിക്കും. അപ്പൊ എന്റെ കൂടെ റേസ് പറഞ്ഞ ഫ്രണ്ടാണ്, എനിക്ക് ഷോർട്ട് ഫിലിം ഒക്കെ. അപ്പം പറയും കൊച്ചി നമ്മളെ കൈവിടില്ല, കൊച്ചി അവിടെ കൂടെ നിൽക്കും, നമ്മളെ എത്ര ബുദ്ധിമുട്ടിക്കുമ്പോഴും. പക്ഷെ അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ നമ്മുടെ അങ്ങനെ ഞാനിപ്പോഴും അങ്ങനെ മലബാറിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നുള്ള ആൾക്കാർ ഞാനിപ്പോഴും സത്യം തോന്നിട്ട് അങ്ങനെ കാണുന്നില്ല. നല്ലത് എവിടെ ഉണ്ടോ അതൊക്കെ നല്ലത് തന്നെയാണ്. അതുകൊണ്ട് അതിനൊക്കെ കൂടെ നിർത്തി എന്റെ ഭാഗ്യത്തിന് എനിക്ക് ചുറ്റും വന്നതൊക്കെ അത് എല്ലാ ട്രിവാൻഡ്രത്തുനിന്ന് എല്ലായിടത്തും സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അതൊക്കെ നല്ലതായി വന്നു എന്നുള്ളത് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്റെ കരിയറിന് മുന്നോട്ട് പോകാൻ എന്നെ ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് പ്രഷർ ഉണ്ടാവുമല്ലോ. വീട്ടിൽ നിന്നൊക്കെ എഞ്ചിനീയറിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പൊ സ്വാഭാവികം സിനിമയിലെ കഥ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കാത്തു നിൽക്കുന്നു. പക്ഷെ ആ പ്രഷറിനെ അതിജീവിക്കാൻ എങ്ങനെയാ ലുക്മാൻ എന്തൊക്കെയാ പറഞ്ഞു പഠിപ്പിച്ചേ? ഞാൻ സിനിമക്കാരനാവും എന്ന് സ്വയം പഠിപ്പിച്ചു. ഞാൻ സത്യത്തില് എന്നോട് ഞാൻ തന്നെ പറയായിരുന്നു. അതായിരുന്നു ഞാൻ മെയിനായിട്ട് ചെയ്തിരുന്ന പ്രധാന വിനോദം. അതായത് ഞാൻ ചിലപ്പോ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ അങ്ങനെ ഒന്ന് സംസാരിക്കുമായിരുന്നു. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട്. അതായത് നമുക്ക് വേറെ ചെയ്യാനില്ല. അന്ന് നമുക്ക് 2 ഡയറക്ടേഴ്സിനെ വിളിക്കാണ്ടോ അല്ലെങ്കിൽ ഓഡിഷനും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും പിന്നെ ജോലിക്ക് പോയി തുടങ്ങി. അപ്പൊ പക്ഷെ എന്നാലും നമ്മൾ ഉള്ള സമയത്ത് ഒറ്റയ്ക്ക് നിന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു എന്നാണ് ഞാൻ ചെയ്തിരുന്നത്. പിന്നീട് ആലോചിച്ചു ഞാൻ എന്തിനാണ് ഇത്രയും സമയം ഞാൻ എങ്ങനെ അങ്ങനെ പറഞ്ഞു, ഇത്രയും സമയം ഇങ്ങനെ പറയല്ലേ കണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നല്ലതിനായിരുന്നു ഉണ്ട്. പിന്നെ ഈ ചുറ്റുള്ള സുഹൃത്തുക്കൾ കേട്ടോ. ഇപ്പൊ നമുക്ക് ഈ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഇതും എല്ലാം തന്നതൊക്കെ സുഹൃത്തുക്കൾ. അവരിപ്പോഴും
സുഹൃത്തുക്കളായിട്ട് തന്നെ ഉണ്ട്. ഇപ്പൊ ലുക്മാന്റെ ഒരു വളർച്ച കാണുമ്പോൾ അവരൊക്കെ സന്തോഷിക്കുന്നതും അവരുടെയൊക്കെ ഒരു കമന്റ്സും അവരുടെയൊക്കെ ഒരു നിറവൊക്കെ ഉണ്ടാവില്ല. പിന്നെ അവരെ എപ്പോഴും ഇടക്ക് വരും, ഇവിടെ കൊച്ചിയിൽ വരും, നമ്മൾ ഫ്ലാറ്റിൽ നിൽക്കും, അങ്ങനെ പോവും, അങ്ങനെയൊക്കെ കണക്ഷൻ ആയിട്ട് തന്നെ അങ്ങനെ ഉണ്ട്. പിന്നെ സന്തോഷത്തിന്റെ ഒക്കെ അവരൊന്നും അങ്ങനെ ഭയങ്കര അങ്ങനെ പ്രകടിപ്പിക്കുന്നില്ല. കുഴപ്പമില്ല, നീ പോരാ, ഇതൊന്നും പോരാ, കുഴപ്പമില്ല, ഒന്നുകൂടി പോടാ അങ്ങനെ. പക്ഷെ അത്ര നല്ലതാ, അത്രയും സുഹൃത്തുക്കളുടെ നല്ല തന്നെ. ഈ കിട്ടിയ ഡയറക്ടേഴ്സ് ഒക്കെ നല്ലതാണെന്ന് പറയും പോലെയാണ്. ഓപ്പറേഷൻ ജാവയിൽ തരുന്നൂർത്തി കിട്ടും, അത് കഴിഞ്ഞിട്ട് സൗദി വെള്ളക്കയില് വീണ്ടും ചെയ്യാൻ പറ്റുന്നു. ഇത് തരുണൂർത്തി എന്ന് പറയുന്നതും ഇതേപോലെ പേരെടുത്തൊരു സംവിധായകനാണ്. മജു എന്നൊക്കെ പറയുമ്പോൾ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു സംവിധായകന്റെ പേരാണ്. തരുണൂർത്തിയുടെ ഓപ്പറേഷൻ ജാവ കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്, ഒരു ഗുമ്മുണ്ട്. ആ സമയത്തെ ആ ഒരു സാധനം ഇല്ലേ, ഒരു നമുക്കൊരു സാധനം കിട്ടി, അതൊന്ന് പറയൂ. അതും ഭയങ്കര രസമായിരുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഉണ്ട കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയുള്ള സിനിമ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലോ. ഇനി എന്താവും, നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാനൊന്നും പറ്റില്ല, ഇനി വരുന്നത് എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ യാദൃശികമായിട്ടാണ് തരുൺ വന്നിട്ട് കഥ പറയാനുണ്ട് കൊണ്ട് ഒരാൾ കഥ പറയും. ഭയങ്കര എനർജിയില് ഭയങ്കര ക്ലാരിറ്റിയോട് ഒരാൾ വിത്ത് മ്യൂസിക്കിൽ കഥ പറയാണ്, പുതിയൊരാള്. ഞാൻ ഓക്കെയാണ്, ഞാൻ എന്നോട് പറയും ചെയ്ത് നീ ഒരു ഞാൻ ഉണ്ട കണ്ടതിന് ശേഷമാണ് നിന്നെ ഫിക്സ് ചെയ്തത്, അങ്ങനെ അവൻ പറഞ്ഞു. അതുവരെ എനിക്ക് അങ്ങനെ പ്ലാൻ ഉണ്ടായില്ല ക്യാരക്ടറിനെ. ഉണ്ട കണ്ടതിനെ ഫിക്സ് ചെയ്ത് നീ ഒരു നായകനാണ് ജിൽത്ത എന്ന് പറഞ്ഞു. പിന്നോട് ആദ്യമായിട്ട് ഒരാള്, രണ്ടാമത്തെ പ്രാവശ്യം, ആദ്യം പറഞ്ഞ റഹ്മാനാണ്, ഒരാൾ പറയാണ് നായകനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ചെയ്യാം. പക്ഷെ ആ പടം ഇറങ്ങി, ആ പടം നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിച്ച്, അപ്പൊ വല്ലാത്തൊരു, അപ്പൊ പിന്നെ വീട്ടിലോട്ടൊക്കെ പോകുമ്പോ മെനക്ക 8 മാസം ഒരു കുടുംബമാണ് വീട്ടിൽ പോയിരുന്നത്. 6 മാസം 8 മാസം കുടുംബമാണ്. നമുക്ക് എപ്പോഴും പോയ മറുപടികളില്ല. ഇല്ല, തല്ലുമാല ഷൂട്ടിങ് പോയതാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതിന് പിന്നെ. അപ്പൊ ആ ചോദ്യങ്ങളെ നമുക്ക് പ്രശ്നം. അപ്പൊ നമ്മൾ പിന്നെ തിരിച്ച് ചെല്ലാൻ നമുക്കൊരു കോൺഫിഡന്റ് വീട്ടിലൊക്കെ ഒന്ന് പോയി കാണാം. വീട്ടിലെല്ലാവരും സിനിമ കണ്ടായിരുന്നു. വീട്ടുകാരങ്ങനെ സിനിമ കാണലൊക്കെ തുടങ്ങിയത് ഞാൻ സിനിമയില് ഞാൻ വന്നതിന് ശേഷമായിരിക്കും. ഉമ്മൊക്കെ സിനിമ കാണുന്നത് എന്റെ സിനിമകളാണ് കണ്ടിട്ടുണ്ടാവുള്ളൂ. അല്ല, ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ തിയേറ്ററിൽ വന്നുണ്ട്. അത് ലുക്മാൻ പറഞ്ഞിട്ടാണോ? അത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ റിലീസ് ആയിട്ടെന്ന് പറഞ്ഞപ്പോ എന്നാ ഞാൻ കണ്ടിട്ട് എന്താ പറഞ്ഞു? കണ്ടിട്ട് ഭയങ്കര അല്ലെ, എന്താ വെച്ചാൽ ഞാൻ പുറത്തിറങ്ങുമ്പോ എല്ലാരും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര, ഞാൻ അവന്റെ ഉമ്മയാണ് എന്റെ അടുത്ത് ഫോട്ടോ അവനതപ്പോ അവരോട് പറയാൻ പറ്റുമോ? ആ ലുക്കിലേക്കൊക്കെ വരുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ കല്യാണമൊക്കെ കഴിയുമ്പോ കുറച്ചുകൂടെ ഒരു ഉത്തരവാദിത്തമുള്ള ഇപ്പൊ ബാപ്പയും കൂടെ ആണല്ലോ. അപ്പൊ ആ സ്പേസിലേക്ക് വരുമ്പോ ലുക്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ, ഇപ്പൊ തൽമാലയെ കാണുന്ന ജംഷിയും ഈ ലുക്മാൻ എന്ന് പറയുന്ന മനുഷ്യനൊക്കെ തമ്മിൽ എങ്ങനെയാണ് പൊരുത്തങ്ങളുണ്ടോ? അതായത് ലുക്മാൻ ശരിക്കും എനിക്ക് തോന്നുന്നു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു അങ്ങനെ. പിന്നെ ഞാൻ കല്യാണമൊക്കെ എന്ന് പറയുമ്പോ കല്യാണം ഞാൻ ആലോചിച്ച് എടുത്ത തീരുമാനത്തിലാണ് കഴിച്ചതൊന്നുമില്ല. ഞാൻ ഇപ്പൊ ഈ അടുത്ത് വരെ അങ്ങനെ ആലോചിച്ചത്. ഞാൻ ശരിക്കും സിനിമ തല്ലുമാല ഷൂട്ടെടുക്കുന്നു, തല്ലുമാലയുടെ സിനിമയുടെ പരിപാടി, സിനിമ റിലീസ്, നമ്മൾ ആലോചിക്കുന്നത് അതാണ്. അതിന്റെ ഇടയിൽ വീട്ടുകാർ അങ്ങനെ പറയുന്നു, അങ്ങനെ പോയി കാണുന്നു, നോക്കി, അങ്ങനെ എങ്ങനെയോ വേറൊരു യാന്ത്രികമായിട്ട് നടക്കുമല്ലോ അത്. പക്ഷെ നല്ല രീതിയിൽ അത് പ്ലേസ്ഡ് ആയി, നല്ല രീതിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യം. പക്ഷെ അത് സംഭവിച്ചത് ഞാൻ ഭയങ്കര ആലോചിച്ച്, ഓക്കെ ഞാൻ ഇനി ഇങ്ങനെ ഒരാളെ കല്യാണം കഴിക്കണം, ഞാൻ ലൈഫ് ഇങ്ങനെ പോകണം. എൻ്റെ പ്രയോറിറ്റി ഇതായിരുന്നു. ഈ സിനിമ അതിന് റിലീസാവണം, ഇത്ര ദിവസം ഒരു ഷൂട്ടുണ്ട്, ഷൂട്ടിന്റെ ഇടയിൽ ഷൂട്ട് കഴിഞ്ഞുകൊണ്ടാണ് കല്യാണം നടക്കുന്നത്. ഞാൻ കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി 12 മണിക്കാണ് വീട്ടിലെത്തുന്നത്. രാവിലെ പോയി കല്യാണം കഴിക്കുന്നു, തിരിച്ച് ഒരു ദിവസം കൂടി നിന്ന് പിറ്റേ ഞാൻ ഷൂട്ടിന് വരുന്നു. അപ്പൊ എന്റെ ലൈഫിൽ വേറൊരു ഷൂട്ടിങ് നടന്ന പോലെയാണ്, വേറൊരു സീൻ നടന്ന പോലെയാണ് ശരിക്കും സംഭവിച്ചു പോയത്. ഷൂട്ടിന്റെ ഇടയിൽ വേറൊരു സിനിമയിൽ പോയി വന്നത്. പക്ഷെ പിന്നെ അതെനിക്ക് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഭാഗ്യത്തിന് അതെല്ലാം നല്ല രീതിയിൽ സംഭവിച്ചു. ശരിക്കും ഈ കഥ കേൾക്കുന്ന ലാഘവം പോലും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഞാൻ ആലോചിച്ചാണ് എന്തുകൊണ്ടായിരിക്കും അതിന് അത്തരം ഒരു കുറച്ച് വളരെ ലാഘവത്തോടെ അതിനെ കണ്ടത് എന്നുള്ളത്. ഞാൻ ഈ അടുത്തത് ആലോചിച്ചു. അതാണിപ്പോ പെട്ടെന്ന് പറയാൻ കാരണം. ശരിക്കും ഈ ലൊക്കേഷനില് ചിലപ്പോ ഖാലിദ് ഇത്രയും പണിയെടുപ്പിച്ചുകൊണ്ടിരുന്നോണ്ട് നിങ്ങൾക്ക് ബോധമില്ലാതായി. നമ്മള് ഫുള്ള് ഇതുമ്മിലാണ്. അങ്ങനെ ഞങ്ങള് ഷൂട്ടിങ് നടന്നോണ്ടിരിക്കുക. നാളെ ഇതാണ് വൈകിട്ട് 5 മണിയായിരിക്കണം. അപ്പൊ കണ്ടൻ റോഡിൽ ഷൂട്ട് നടന്നോണ്ടിരിക്കുക തല്ലുമാരുടെ. അപ്പൊ ഷൂട്ട് നടന്നോണ്ടിരിക്കുമ്പോ 4:30 5:30 എനിക്ക് പോയി പർച്ചേസ് ചെയ്യണം, ഡ്രസ്സ് എടുക്കുക, കുറച്ച് ഡ്രസ്സുകൾ വാങ്ങണം, അങ്ങനെ കുറെ പ്ലാനൊക്കെ ഉണ്ട്.
അപ്പോ വാച്ച് വാങ്ങണം, അതൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ പക്ഷെ ഞാൻ അതിനെ കുറിച്ചൊന്നും ബോധമില്ല. കുറെ കഴിഞ്ഞ് റഹ്മാൻ ഒരു 5:30 ആയപ്പോ റഹ്മാൻ പറഞ്ഞു, അല്ല ഒരാള് നാളെ അവസാനത്തെ ബാച്ചിലുടെ ഈ ഷോട്ട് കളി കഴിഞ്ഞാൽ ഉമ്മാന് പോവാം, അവനാ പോണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പക്ഷെ ഇതിന്റെ ത്രില്ലിലായിരുന്നു, തല്ലുമാല ക്യാരക്ടർ പരിപാടി എന്നൊക്കെ ത്രില്ലിൽ ഇങ്ങനെ പോയിരുന്നു. അപ്പൊ അതില് ടോവിനൊക്കെ ഉണ്ടായിരുന്നു. ടോവിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് എല്ലാരും കൂടി ഒക്കെ കയ്യൊക്കെ അടിച്ച് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ചെയ്തിട്ടാണ് പോയത്. ആർക്കും വരാൻ പറ്റില്ല. റമ വന്നു. റമ രാത്രി 2 മണിക്ക് വന്നു. അന്ന് രാത്രി 2 മണിക്ക് വീട്ടിൽ വന്ന് എന്നിട്ട് തിരിച്ച് പുലർച്ചെ 5:30 തിരിച്ചെത്തി 6 മണിക്ക് കൂടെ ഷൂട്ട് ചെയ്തു. ഈ ഖാലിദ് റഹ്മാനും ജംഷി ഖാലിദും ഒക്കെ കൂടെ ചേരുന്ന ഒരു ഫാമിലി പോലെയാണ് അതിനകത്ത് സിനിമ നടക്കുന്നത്. ആ ഫാമിലിയിലേക്ക് എത്തപ്പെടുമ്പോ ഒരു രസമായിരിക്കുമല്ലോ. ഓരോന്നും ഓരോ സ്കൂളുകളായിരിക്കുമല്ലോ. പക്ഷെ ആ സ്കൂള് ഭയങ്കര രസമുള്ള സ്കൂളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഒരു ഫണ്ണും ജോലി വരുമ്പോ എങ്ങനെ ഭയങ്കര സീരിയസ് ആയിരിക്കും? എങ്ങനെയായിരിക്കും നിങ്ങൾ അപ്രോച്ച്? ജോലി വരുമ്പോ അത് ജോലിയുടെ വളരെ സ്ട്രൈറ്റ് ആയിരിക്കും. അവിടെ വേറെ ഒന്നുമില്ല. അത് ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ വേറെ രീതിയില് വേറെ സംസാരം, നമ്മൾ വെറുതെ തമാശയും നമുക്ക് അങ്ങോട്ട് പോകേണ്ട ഫുഡ് കഴിക്കാൻ പോകേണ്ട അതൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മള് ഷൂട്ടിന്റെ ആവശ്യത്തിന് ജിംഷിക്ക് ആയിക്കോട്ടെ, റഹ്മാനായിക്കോട്ടെ, അപ്പുറത്ത് മൂസിംപേര ആയിക്കോട്ടെ, എല്ലാരും അത് വേറെ തന്നെ ഒരു അതെങ്ങനെയാണോ അത് കാണാൻ തന്നെ രസത്തിൽ മാറിപ്പോയി. മറ്റേ അന്യനും മറ്റാളും തമ്മിലുള്ള അമ്പിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇവര്. അപ്പൊ പക്ഷെ അത് രസമാണ്. ഞാൻ എന്റെ ഭാഗ്യമായിട്ടാണ് ഇവരൊക്കെ ഇടയിൽ വന്നിട്ട് ഞാൻ എങ്ങനെയാണോ അതിന്റെ ഇടയിലൊക്കെ വന്ന് പെട്ടത്. ഞങ്ങള് അതിനുശേഷം ഇങ്ങനെ വന്ന് പിന്നെ ആ ഫാമിലിയിലത്തെ ആളായി. റഹ്മാന്റെ വീട്ടിൽ പോകും, ഞാൻ റഹ്മാന്റെ വീട്ടിലൊക്കെ വന്നിട്ട് അറിയാം, എന്റെ വീട്ടിലൊക്കെ അങ്ങനെ ഞങ്ങളങ്ങനെ ഭയങ്കരമായിട്ട് അടുത്ത്. അത് എനിക്ക് ആസ് എ ആക്ടർ, ആസ് എ പേഴ്സൺ ഭയങ്കര രണ്ട് രീതിയിലും എനിക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്തു. ഈ നവാസ്, ശരിക്കും നവാസിനെ പരിചയപ്പെടുകയും, നവാസ് നിങ്ങളുടെ നാട്ടുകാരനും കൂടെയാണ് അല്ലേ? കോഴിക്കോടാണ്. അപ്പം പക്ഷെ മലബാറിന്റെ ഒരു ഭംഗിയുണ്ട് നിങ്ങളുടെ ക്യാരക്ടേഴ്സിന് പോലും. അങ്ങനെ ചില സ്ലാങ് ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര രസമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും സിനിമ എത്രത്തോളം ഉള്ളിൽ ആഗ്രഹിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത്? നല്ലോണം ആഗ്രഹിച്ചിട്ടാ വന്നത്. പക്ഷെ ഞാൻ എറണാകുളത്ത് അതിന്റെ മുന്നേ വന്നില്ല. അതിന് മുമ്പ് നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്? ഇല്ല, മിമിക്രി സ്കിറ്റുകൾ ചെയ്യും. പക്ഷെ ഒരു നിലക്കും സിനിമയിലേക്ക് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ മറ്റേ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്താൻ മഴവിൽ മനോരമ, അതിന്നാണ് സിനിമയിലേക്ക് വരുന്നത്, സുഡാനിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്നത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനമായിരുന്നു. അത് ബോധേടല്ല, ആരാന്ന് അറിയില്ല എനിക്ക്. സമീർ സാറുണ്ട്, പിന്നെ ഷൈജുക്ക. ഇപ്പോഴാണ് അവരെ പറ്റിയിട്ടൊക്കെ അറിയുന്നത്, സുഡാനി കഴിഞ്ഞപ്പോ. അതിന്റെ മുന്നേ ഇവര് ആരാന്ന് അറിയില്ല. അതുകൊണ്ട് അത്ര ഇത് കൂളായി ചെയ്യാൻ പറ്റിയത്. ഇപ്പോഴാണ് അവരെ മുന്നിൽ നിൽക്കാൻ വേണ്ടിയ. സുഡാനി കഴിഞ്ഞപ്പോ കുറച്ചൊരു വിലയൊക്കെ ആയി തുടങ്ങി. അങ്ങനെ നല്ലൊരു പടത്തിന്റെ ഭാഗമായപ്പോഴേ എല്ലാരും പറഞ്ഞ മാതിരി തന്നെ നല്ല അഭിപ്രായം പറഞ്ഞപ്പം പടങ്ങൾ ഇങ്ങനെ കിട്ടി തുടങ്ങി. ഈ ലുക്മാന്റെ ഒക്കെ വളർച്ച കാണുമ്പോ നമുക്ക് അതേപോലെ ആവണമെന്നൊക്കെ തോന്നില്ലേ? അപ്പൊ ലുക്മാനോടൊക്കെ പറയില്ലേ ഇങ്ങനെ, എടാ ചില റോൾസ് ഒക്കെ എനിക്കും കൂടെ? ഞാൻ പറയാറുണ്ട്, ഓരും പറയാറുണ്ട് പറ്റുന്നുണ്ടെങ്കിൽ. അല്ല പിന്നെ വളർച്ചക്ക് ഒരു കുറവില്ല. അത് കറക്റ്റ് ഇന്റർവെല്ലല്ല, ഇന്റർവെല്ലിൽ നല്ല ക്യാരക്ടേഴ്സ് കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ സുഡാനിയായിട്ട് ഇത് വന്നില്ല, തമാശ വരുന്നുണ്ട്. പിന്നെ ഒരു ഹതഭാഗ്യനാണ് ഞാൻ. നല്ല നല്ല പടങ്ങൾ അതൊരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റൂല്ലോ. അല്ല അങ്ങനെയല്ല, ഇപ്പം കൊത്ത, അതേമാതിരി ഇപ്പൊ 5 കണക്കുപോലെ CBI, ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വിളിച്ചിട്ട് അപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു പടത്തിന്റെ ഇതിനായിപ്പോ അങ്ങനെ ശരിക്കും സുലൈല മനസ്സിൽ വരുമ്പോൾ വേറൊരു ഇതാണ്, റൊമാൻസ് ചെയ്യാൻ അവസരം കിട്ടുന്നു, പാട്ട് ചെയ്യാൻ അവസരം കിട്ടുന്നു. അതൊക്കെ ഭയങ്കര രസമുള്ള. അപ്പൊ അത് മനസ്സിൽ ഇങ്ങനെ ഓർത്തില്ലേ, ഇതിൽ പാട്ടുണ്ട്, അപ്പൊ എനിക്ക് പാട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരു കാലഘട്ടത്തില് ഈ ലെജൻസിന്റെ പാട്ടും സാധനങ്ങളും കണ്ടിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഒരു പാട്ട് പാടി ഇങ്ങനെ അഭിനയിക്കാൻ അവസരം കിട്ടുമ്പോ എന്താണ് ഫീൽ ഉണ്ടായത്? അഷ്റഫ് ഫസ്റ്റ് പ്ലാൻ പറയുന്നത് ആ ഡാൻസ് ഉണ്ടല്ലോ, ലാസ്റ്റ് എത്ര നാൾ കാത്തിരുന്നു, അതായിരുന്നു ക്ലൈമാക്സ്. അതിലോട്ട് സിനിമ എത്തലാണ് പിന്നെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തത്. നമുക്ക് ഇങ്ങനെ എൻഡിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരിക്കും, എന്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാം മറന്നിട്ട് ഒരു ഡാൻസ് ചെയ്യുന്നത്. അപ്പൊ ഡാൻസ് പാട്ട് എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഞാൻ അതിൽ ചെയ്ത്, ഞാൻ ഡാൻസോ അങ്ങനെ വലിയ ഡാൻസ് പരിപാടി ഒന്നുമില്ല. പക്ഷെ നമ്മള് ചെറുപ്പത്തിൽ നമ്മള് കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മള് ഡാൻസ് കളിച്ച് പാട്ട് പാടി അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ട് മറ്റേ അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, അങ്ങനെ ചെയ്യാന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഞാൻ അത് ചെയ്തത്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ പാട്ടുകൾ അത്രയും വിഷ്ണുവിന്റെ പാട്ടുകൾ നല്ല രീതിയിൽ പ്ലേസ്ഡായി, നല്ല രീതിയിൽ ആളുകൾ സ്വീകരിച്ച്. എനിക്ക് തോന്നുന്നു കുറച്ചു കാലം അത് തന്നെയായിരുന്നു
എല്ലാ വീടുകളിലും ആൾക്കാരൊക്കെ കേട്ടോണ്ടിരുന്നത്. എനിക്ക് ഈ അഞ്ചക്കുള്ള കൊക്കാനെ കുറിച്ച് 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കാന്താരയുടെ ചില റെഫറൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു സത്യത്തിൽ. ആ പന്നി വരുന്നതും അതിനുശേഷം മണികണ്ഠന്റെ ക്യാരക്ടർ വരുന്നത്, അതിനുശേഷമാണ് ലുക്മാന്റെ ക്യാരക്ടറിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം. ലുക്മാന്റെ ക്യാരക്ടറിനെ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് അവസാനം അവതരിപ്പിക്കുന്നത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് ലുക്മാൻ വന്ന വഴി, എങ്ങനെയാണ് ഈ ലുക്മാൻ ഇങ്ങനെ ആയത് എന്നുള്ളതൊക്കെ ഭയങ്കര രസമായിട്ട് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ കഥ പറയുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇത്ര എക്സ്പ്ലിസിറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു ലുക്മാൻ പടത്തിനകത്ത്? കഥ പറയുമ്പോ ഇത്ര മനസ്സിലായിട്ടില്ല സത്യമായിട്ട്. പക്ഷെ കഥ പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കഥ പറയുമ്പോ നമുക്ക് കിട്ടുന്നൊരു അയാളിൽ കിട്ടുന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ തമ്മിലൊക്കെ കഥ സംസാരിക്കുമ്പോൾ ഇയാളെ കൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും, ഇയാളെ കൊണ്ട് ഇതൊരു നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തോന്നുമല്ലോ. അങ്ങനത്തെ ഒരു തോന്നൽ എനിക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് വെറുതെ ആയിരിക്കില്ല. ഞാൻ ഇതുവരെ ചെയ്യാത്ത, ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത സിനിമയുടെ വേറെ തരം ഒരു ഏരിയ ആണല്ലോ അത്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ നമ്മൾ സ്ഥിരം ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന സിനിമകളിൽ നിന്നും മാറി വേറൊരു ഷെയ്ഡും വേറൊരു കളറും പരിപാടിയാണ് സിനിമ. അപ്പൊ അത്തരം സിനിമയുടെ ഭാഗമാവുക, അത് ഇത്ര പണി അറിയുന്ന ഒരാളെന്ന് നമുക്ക് തോന്നി. അത് ചിലപ്പോൾ തോന്നുന്നത് ശരിയാവും തെറ്റാവും, അതൊക്കെ നമുക്ക് റിലീസിന് അതൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലാവുണ്ടാവും. പക്ഷെ അത് വിചാരിച്ച പോലെ തന്നെ വന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഡീറ്റെയിൽ ഒന്നും എനിക്ക് അപ്പോൾ വളരെ ഡീറ്റെയിൽ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പോലീസ് സ്റ്റേഷനകത്ത് നടക്കുന്ന സ്റ്റാൻഡില് ഈ മണികണ്ഠന് ഒരു വരവുണ്ട്. മുഖത്ത് കുറച്ച് ചായ ഒക്കെ പൂശിട്ട് ഇങ്ങനെ വരുമ്പോ ഒരു പന്നി ഇല്ലെങ്കിൽ ഒരു മൃഗം വരുന്നതിന്റെ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ ആ റെഫറൻസ് ശരിക്കും അടുത്ത ലുക്മാന്റെ വരവിലും ഇതേപോലെ ഒരു സ്വാധീനം. കാരണം കോക്കാൻ എന്ന് പറയുന്ന സാധനം പ്ലേസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ്. അതിന്റെ ഉള്ളിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. എന്താണ് നമ്മളിവിടെ ഈ ഇപ്പം പാരഞ്ജിത്തിന്റെ സിനിമകളിലൊക്കെ കാണാൻ ശ്രമിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിനെ ഇങ്ങനെ അടിയിലൂടെ കൊണ്ടുവരുന്നത് ഞാൻ ഭയങ്കര രസമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഈ പന്നി എന്ന് പറയുന്ന ബിംബം എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. ഇത് ഉല്ലാസോരിക്ക് എന്നോട് ഞങ്ങള് ഷൂട്ട് കഴിഞ്ഞ് റിലീസിന്റെ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിരുന്നു, നല്ല അഭിപ്രായം വന്നു തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞു, ഇതില് ഇപ്പൊ ഈ പറഞ്ഞ ഏരിയാസ് ഉണ്ടല്ലോ, ഈ ഏരിയാസ് ഒക്കെ സംസാരിക്കുന്ന സമയം വരില്ല. ചിലവർക്ക് അത് മനസ്സിലായി ക്ലിക്ക് ആയാൽ മതി. അല്ലാത്തൊരു ഇത് എൻജോയ് ചെയ്ത് ഇതിന്റെ സിനിമ എന്റർടൈൻ ചെയ്ത് പോട്ടെ, അല്ലാത്തൊരു ഇതും കൂടി കാണട്ടെ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല പിന്നെ അത് കുറച്ചു പേരൊക്കെ ആ പൊളിറ്റിക്സും ആ ലെയറൊക്കെ പറയുമ്പോ അവൻ ഇന്നലെ കൂടി ഉല്ലാസം വിളിച്ചോളൂ. അപ്പൊ ഞങ്ങള് ഇങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യും. അത് ഇപ്പൊ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറയല്ലേ FB-ലൊക്കെ. ഒരുപക്ഷെ വാസുദേവൻ അത്രയും പവർ കിട്ടിയത് ഈ പറയുന്ന ലേയേഴ്സ് ആണ്. ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ടാണ് അവസാനം വാസുദേവൻ അവിടെ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് വാസുദേവൻ അവിടെ പ്ലേസ് ചെയ്യുന്നത്. അവിടെയാണ് ശരിക്കും പഞ്ച് കിട്ടുന്നത്. അതുകൊണ്ടാണ് അത്രയും പഞ്ച് കിട്ടുന്നത്. അല്ലാതെ ഒരുപാട് സ്ക്രീൻ സ്പേസോ അല്ലെങ്കിൽ ഇയാളെ ചേഞ്ച് ഇങ്ങനെ മെല്ലെ നമ്മൾ കാണിച്ചു വന്ന് സ്ഥിരം ഒരു പരിപാടിയിലല്ല ആ പഞ്ച് വന്നുള്ളത്. ഇത്രയും അതുവരെ ഒളിപ്പിച്ച് വെച്ചിട്ട് എന്നാലും ബാക്കി റെഫറൻസിലൂടെ കൊണ്ടുവന്നിട്ട് എൻഡിൽ കൊണ്ടുവന്നിട്ട് അവിടെ കുറച്ച് സാധനങ്ങൾ എഡിറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് വാസുദേവൻ എന്നിട്ട് നിങ്ങൾ ആ തോക്ക് ചൂണ്ടിരിക്കുന്ന റിഗ് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു. ഗണ്ണിൽ വെച്ച് അത് നല്ല ഷോട്ട്, നല്ല പവർഫുൾ സാധനമാണ്. അതില് വാസുദേവന്റെ ശരിക്കുള്ള പവറാണ്. ആ DOP പുള്ളി അവന്റെ അരുണിന്റെ ഫസ്റ്റ് മൂവിയാണ്. അവര് പുറത്താണ്, പക്ഷെ അവർ തമ്മിലുള്ള സിങ്ക് ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് അതൊക്കെയാണ് ആ എനർജി ഒക്കെ ഉണ്ടല്ലോ അവർ തമ്മിലുള്ള എല്ലാവരും തമ്മിലുള്ള ടെക്നീഷ്യൻസ് തമ്മിലുള്ള ഒരു കണക്ഷൻ. അതിലാണ് ആ സിനിമ ഏരിയ വർക്ക് ചെയ്യുന്നത്. ഈ പെരുമാനി കണ്ടായിരുന്നു? പെരുമാനെ കണ്ടായിരുന്നു. ഡബ് ചെയ്തതല്ല, ഇത് സിങ് സൗണ്ട് ആയിരുന്നു. ഞങ്ങള് കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് പടത്തെ കുറിച്ച് അങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ? പടത്തെ കുറിച്ചിട്ട് ഒപ്പീനിയൻ പറഞ്ഞിട്ട് കാരണം ആൾക്കാർ മാമ 10-ാം തീയതി എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ല, ഇത് എല്ലാരും പറഞ്ഞ ഇതെന്താ പറയാ, ഏത് പറഞ്ഞാലും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. എക്സ്പെരിമെന്റൽ അല്ല പടം, പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ക്യാരക്ടേഴ്സിന്റെ പേരും ക്യാരക്ടേഴ്സിന്റെ സ്വഭാവവും നാടിന്റെ സ്വഭാവവും നമുക്കിങ്ങനെ ഇപ്പൊ നേരത്തെ ഇന്റർവ്യൂല് പറഞ്ഞു, ചില നോവലുകൾ വായിക്കുമ്പോൾ നമുക്ക് ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ ചില കഥകൾ നമുക്ക് ബാക്കി വെക്കൂല നമ്മള്, വേഗം വീണ്ടും ബുക്ക് നമുക്ക് സമയം കണ്ടെത്തി വായിക്കും. അതുപോലെ നമുക്ക് തീരാൻ തോന്നാതെ വേഗം ഫുള്ള് കണ്ടു തീർക്കാവുന്ന, അത്രയും സന്തോഷത്തോടുകൂടി കാണാവുന്ന
ഫാമിലിയായി വന്നിരുന്ന് കാണാവുന്ന അങ്ങനെ. അതിലിപ്പോ മജുവിന്റെ അപ്പൻ ശരിക്കും റിലീസ് ചെയ്യാൻ സമയത്ത് OTT ആയിരുന്നു. OTTയുടെ ഒരു ടൈമും കൂടെയാ. പക്ഷെ എങ്കിലും തിയേറ്റർ റിലീസിന് ഉദ്ദേശിച്ചിരുന്നില്ല മനസ്സുകൊണ്ട്. മജു അത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പക്ഷെ ഈ ഫ്രഞ്ച് വിപ്ലവം വേണ്ടത്ര വിജയിച്ചില്ല. അതൊന്നുകൂടെ റീമേക്ക് ചെയ്തൊക്കെ തിയേറ്റർ റിലീസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചുള്ളതാണ് മജുവിന്. അപ്പൊ ഇത് ശരിക്കും എന്തായാലും അറിഞ്ഞായിരിക്കും തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. തിയേറ്ററിന് വേണ്ടി തന്നെ ഒരു അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള സിനിമ. മനീഷേട്ടന DOP അവരങ്ങനെ അതിന് ഇത് ഫസ്റ്റ് പ്ലാൻ ചെയ്യുമ്പോഴേ അങ്ങനെയാണ് തിയേറ്ററിൽ അടിക്കണം. സത്യത്തിൽ നമുക്കൊരു ഒരു ഇമോഷണൽ ഒരു വേറെ ആഗ്രഹം കൂടി ഉണ്ട്. സത്യത്തിൽ ഞങ്ങള് ഫ്രഞ്ച് പീപ്പിൾ നല്ല രീതിയിൽ പ്ലേസ്ഡ് ആവാത്തതുകൊണ്ട് അതിൽ നല്ലൊരു എക്സ്പെരിമെന്റിലും ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു. ഞാൻ ഇവരും സണ്ണിച്ചൻ എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് മുതലേ ഞങ്ങൾ പറയുമായിരുന്നു, മജിക്ക് വിളിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു നമുക്കൊരു പരിപാടി ചെയ്യണം. കാരണം അത് അന്ന് നമുക്കൊന്ന് പാളിപ്പോയി. പക്ഷെ എന്നായിരിക്കും അപ്പോഴാണ് അപ്പൻ ഇറങ്ങി, അപ്പൻ നല്ല രീതിയിൽ അടിപൊളിയാവുന്നത്. അപ്പൊ മജിക്കിനോട് പറയാൻ ലുക്ക് ഒരു പരിപാടി ഉണ്ട്, നമുക്ക് എല്ലാവരും കൂടിയിട്ട് ഒന്നുകൂടി കൂടിയിട്ട് ഒരു സാധനം അടിച്ചോക്കാം എന്നുള്ള രീതിയില് അങ്ങനെയാണ് പെരുമാനി ശരിക്കും സംഭവിക്കുന്നത്. ഞാൻ അന്ന് കഥ പോലും ഫസ്റ്റ് കേട്ടിട്ടില്ല. മജിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ ഏത് മാസം നമ്മൾ ചെയ്യണം. പിന്നീടാണ് നമ്മള് സ്ക്രിപ്റ്റിലൊക്കെ ഇരിക്കുന്നത്. ഖാലിദിന്റെ പടം അല്ലാതെ വേറെ ഏതൊക്കെ പടങ്ങൾ വരാനുണ്ട്? ഖാലിദിന്റെ പടം ഷൂട്ട് തുടങ്ങി. പിന്നെ രോഹിത് VSന്റെ ടിക്കറ്റ് ആക്ക ഉണ്ട്. മുഹാഷിന്റെ കഠിന കടോരം ചെയ്തില്ലേ, അതാണ് ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്. ഖാലിദ് പിന്നെ ഷമലിന്റെ ടർക്കിഷ് തർക്കാണ് ഇനി അത് കഴിഞ്ഞ് റിലീസ് ചെയ്യാനുള്ളത്. പക്ഷെ ലുക്മാൻ സ്വീകരിച്ച കഥകളെല്ലാം ഭയങ്കര ബ്രില്യന്റ് ആണ്. ആള് കൊള്ളാം, ഇതെങ്ങനെയൊക്കെ ശരിയായി വരുന്നത്. അതല്ല ഇതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഇവരൊക്കെ എന്നെ ചൂസ് ചെയ്യുന്നതാണ്. ഞാൻ കഥ കേട്ടിട്ട് ഇപ്പൊ മജുക്കാട് പറഞ്ഞ റഹ്മാനാണെങ്കിലും അപ്പുറത്തെ എല്ലാവരും, മുസ്ലിം ആണെങ്കിലും അഷ്റഫ് ആണെങ്കിലും എല്ലാവരും, തരുണാണെങ്കിലും എല്ലാം. പക്ഷെ ഞാൻ ചൂസ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ ചൂസ് ചെയ്ത സിനിമകളുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ സിനിമ ടോട്ടലി എങ്ങനെ ഉണ്ടാവും എന്നാണ് ഞാൻ സത്യത്തിൽ നോക്കുക. ടോട്ടൽ സിനിമ ഇതിന്റെ ക്യാരക്ടറിങ്, എന്റെ ക്യാരക്ടറിന്റെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, ഈ ക്യാരക്ടർ എന്തോ അതല്ല, അതിനൊക്കെ അപ്പുറം ഈ സിനിമ കണ്ടാൽ ഞാൻ കാണും, അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടാവുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്. ചിലപ്പോ അത് ശരിയാവും, ചിലപ്പോ അത് ശരിയാവാതിരിക്കും. സിനിമ നന്നായാ പിന്നെ എല്ലാം നന്നാവും. മോശമായി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ ക്യാരക്ടർ ചെയ്തിട്ടും ഒരു കാര്യമില്ല. സിനിമയുടെ വിജയമാണ് വേണ്ടത്. പെരുമാനി എന്തായാലും വിജയിക്കും. എന്തുകൊണ്ട് പെരുമാനി കാണണമെന്ന് പറയൂ? പെരുമാനി നല്ലൊരു കുറെ കോമഡികളുണ്ട് ഇതില്. വിനയ് ഫോണിനെ കാണുമ്പോൾ നമ്മൾ സെറ്റിൽ ചിരിയാ, വരുമ്പോ തന്നെ മുടിയൊക്കെ നോക്കി മീശൊക്കെ എത്ര. അപ്പൊ കുറെ പുതിയ ആൾക്കാരുണ്ട്, കുറെ കോമഡികളുണ്ട് അവരുടെ. അപ്പൊ എന്തായാലും പറഞ്ഞ പോലെ ബോറടിക്കില്ല ആൾക്കാർക്ക്. എന്തായാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായിരിക്കും എന്തായാലും. തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. നന്നായി പോവുക. സിനിമ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ കാണണം. കാരണം എനിക്കും വിശ്വാസമുണ്ട് ഈ മജുവിന്റെ പടം ആയതുകൊണ്ട് ഒരു ഗ്രിപ്പ് അടിക്കുമെന്നുള്ള ഒരു മനസ്സിലൊരു സാധനമുണ്ട്. അത് തന്നെ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നന്ദിയുണ്ട്. താങ്ക് യു.